അടുത്ത എസ് എന്ന് പറയുന്നത് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറമാണ്. ഈ എസ് എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ പാറ്റേൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു വോളിയം കൺസിഡർ ചെയ്യുക, വേറെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഫോൾസ്. കൺസിഡർ എ വോളിയം ടോ എന്ന് പറയുന്ന ഒരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്തു. അതിന് ചുറ്റും ഒരു സർഫസ്, ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുക, എസ്. സോ കൺസിഡർ എ വോളിയം ടോ വേർ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഫോൾസ് ആൻഡ് consider another surface S which surrounds the volume tau. Consider a volume tau which is surrounded by a surface S. ഹിയർ രണ്ട് ഫങ്ഷൻസിനെ, രണ്ട് സ്കെയിലാർ പോയിൻ്റ് ഫങ്ഷൻസിനെ കൺസിഡർ ചെയ്യുക, യു ആൻഡ് വി. യു ആൻഡ് വി ആർ ടു സ്കെയിലാർ പോയിൻ്റ് ഫങ്ഷൻസ്. രണ്ട് സ്കെയിലാർ പോയിൻ്റ് ഫങ്ഷൻസ് യു ആൻഡ് വിനെ കൺസിഡർ ചെയ്യുക, വിച്ച് ആർ ഹൂസ് ഡെറിവേറ്റീവ്സ് ആർ continuous inside and on the surface. Here u and v are two scalar point function whose derivatives are continuous inside and on the surface. ഒരു വോളിയം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു ടോ, അതിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് എസ് കൺസിഡർ ചെയ്തു. യുവും വി എന്ന് പറയുന്നത് രണ്ട് സ്കെയിലാർ പോയിൻ്റ് ഫങ്ഷൻസ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് സർഫസിൻ്റെ ഇൻസൈഡിലും ഓൺ ദാറ്റ് സർഫസിലും കണ്ടിന്യൂസ് ആണ്. ഇനി ബൈ ഗ്രീൻസ് തിയറം ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് ഇൻറ്റഗ്രബിലിറ്റി we have ഇത് ആ രണ്ട് ഫംഗ്ഷൻ യുവിനെയും വിനെയും വെച്ചിട്ടാണ് പറയുന്നത്, ഒരു ഏരിയ ഇൻ്റഗ്രൽ ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ എന്നുള്ളത്. സോ ബൈ ഗ്രീൻസ് തിയറം വി ഹാവ് ദ ഏരിയ ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ വി ഡെൽ യു മൈനസ് യു ഡെൽ വി n cap ds equal to triple integral v del square u minus u del square v d tau. ഇവിടെ ഒരു സർഫസ് ഇൻ്റഗ്രൽ ds ഡബിൾ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ വോളിയം ഡി ടോ. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. Here where n represent outward normal component to the surface. N cap is the outward normal component. N cap represent outward normal component. Here u and v are wave function which satisfy, here u and v are wave function which satisfy the regular wave equation del square u is equal to 1 by c square dou square u by dou t square del square v is equal to 1 by c square dou square v by dou t square. ഇതിന് ഇക്വേഷൻ 2 എന്നും ഇതിന് ഇക്വേഷൻ 3 എന്നും വിളിച്ചു. So del square u is equal to 1 by c square dou square u by dou t square del square v is equal to 1 by c square dou square v by dou t square. Okay, ഇത് രണ്ടും റെഗുലർ വേവ് ഇക്വേഷൻസ് ആണ്. u and v are two wave function which satisfy the regular wave equation, these wave equation. Here c is the velocity of light. C
c is the velocity of light. If the function is harmonic and time dependent, if the function, the above mentioned function u and v are, if the functions are harmonic and time dependent. If the functions are harmonic and time dependent, u of r comma t equal to u of r e raised to I omega t. u of r comma t equal to u of r e raised to I omega t. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോ യു ഓഫ് ടി ഇതെന്ന് പറയുന്നത് ബ്ലോക്ക് ഫംഗ്ഷൻ്റെ ഫോമാണ്. ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു ആ ഫംഗ്ഷൻ ഇൻറ്റു ഇ റൈസ് ടു ഒരു ടൈം. ഇവിടെ യു എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആറിനെയും ടീനെയും ഡിപ്പെൻഡ് ചെയ്താണ്. ഇവിടെ ആറിനെ മാത്രമാണ്. അതാണ് ഇതെന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോഴത്തേനും ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് ഇതിന് ഡിപ്പെൻഡൻസ് ഇല്ല. അതുകൊണ്ട് ആ ടൈം അതുപോലെ തന്നെ വരും. ഇ റൈസ് ടു ഐ ഒമേഗ ടി ഇൻറ്റു ഐ ഒമേഗ എന്ന് വരും. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ സ്ക്വയർ യു ഓഫ് ആർ കൊമ ടി ബൈ ഡോ ടി എന്ന് പറയുന്നത് യു ഓഫ് ആർ ഇ റൈസ് ടു ഐ ഒമേഗ ഡോട്ട് ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അതായത് മൈനസ് ഒമേഗ സ്ക്വയർ ഈ യു ആർ ഇ റൈസ് ടു ഐ ഒമേഗ എന്ന് പറയുന്നത് യു ഓഫ് ആർ കോമ ടി ആയിട്ട് മാറും. ആർ കോമ ടി. ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടിയ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഇത് നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്താൽ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്താൽ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കാം. Now substituting this value ഏത് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇൻ ടൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ യു എന്ന് പറയുന്നത് 1 ബൈ സി സ്ക്വയർ ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ യു ഓഫ് ആർ കോമ ടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ബൈ സി സ്ക്വയർ യു ഓഫ് ആർ കോമ ടി. ഇവിടെ കെ എന്ന് പറയുന്നത് ഒമേഗ ബൈ സി ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ യു ഓഫ് ആർ കോമ ടി ഡെൽ സ്ക്വയർ യു ആണ്. ഇനി ഇതിനെ നമ്മളൊന്ന് ഇപ്പുറത്തോട്ട് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ യു പ്ലസ് കെ സ്ക്വയർ യു ഓഫ് ആർ കോമ ടി ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഇക്വേഷൻ 4 എന്ന് വിളിക്കാം. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഏത് ഇക്വേഷൻ 4 ഈസ് കാൾഡ് ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. The equation 4 del square u plus k square u of r comma t equal to 0 is called Helmholtz equation, where k is the wave vector. K is equal to omega by c is the wave vector. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ യു എന്ന് പറയുന്നത് മൈനസ് കെ സ്ക്വയർ യു ഓഫ് ആർ കോമ ടി. സിമിലർലി ഡെൽ സ്ക്വയർ വി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ യു എടുത്തിട്ടാണ് ചെയ്തത്. യു ഓഫ് ആർ കോമ ടി ഇസിക്കൽ ടു യു ഓഫ് ആർ ഇ റൈസ് ടു ഐ ഒമേഗ ടി. ഇതുപോലെ തന്നെ വി ഓഫ് ആർ കോമ ടി ഇസിക്കൽ ടു വി ഓഫ് ആർ ഇ റൈസ് ടു ഐ ഒമേഗ ടി സോൾവ് ചെയ്ത് തേർഡ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വിയുടെ ടൈംസിൽ കിട്ടും. അതെന്ന് പറയുന്നത് മൈനസ് കെ സ്ക്വയർ വി ഓഫ് ആർ കോമ ടി ആയിരിക്കും. ഇതിനെ രണ്ടിനെയും 5 എന്ന് കൊടുക്കാം. ഇനി നമുക്കിപ്പോൾ ഡെൽ സ്ക്വയർ വി യുവിൻ്റെയും ഡെൽ സ്ക്വയർ വിൻ്റെയും വാല്യൂ ആണ് കിട്ടിയത്. ഇപ്പോൾ ഇക്വേഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഡെൽ സ്ക്വയർ യുവും ഡെൽ സ്ക്വയർ വിയും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 5 in 1. Substituting equation 5 in 1 we get ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ. ഗ്രീൻസ് തിയറം വെച്ച് ആദ്യം എഴുതിയ കാര്യമാണ്. വി ഡെൽ യു മൈനസ് യു ഡെൽ വി
എൻ ക്യാപ്പ് ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ വി ഡെൽ സ്ക്വയർ യു, ഡെൽ സ്ക്വയർ യുവിന് പകരം മൈനസ് കെ സ്ക്വയർ യു മൈനസ് യു ഡെൽ സ്ക്വയർ വി ഇൻറ്റു മൈനസ് കെ സ്ക്വയർ വി ഡി ടോ. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ മൈനസ് കെ സ്ക്വയർ യു വി പ്ലസ് കെ സ്ക്വയർ യു വി ഡി ടോ. ഇത് രണ്ടും കൂടി ഈ രണ്ട് ടൈമും ക്യാൻസലായി പോകും. അപ്പോൾ ഇത് 0 എന്ന് കിട്ടും. അതായത് ഡബിൾ ഇൻ്റഗ്രൽ വി ഡെൽ യു മൈനസ് യു ഡെൽ വി എൻ ക്യാപ്പ് ഡി എസ് ഈക്വൽ ടു 0. Thus the theorem reduces to double integral this term into n cap ds is equal to 0. Now let v is equal to the second wave function v is equal to v0 e raised to I k r divided by r be the wave function. രണ്ട് വേവ് ഫംഗ്ഷൻ യുവും വിയും ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ വിയുടെ ഫോം എന്ന് പറയുന്നത് v0 e raised to I k r divided by r ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. This particular wave function represent waves converging to a point P. P എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്ന സ്പെറിക്കൽ വേവ്സിന്, അതായത് നേരത്തെ നമ്മൾ എഴുതിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് v0 e raised to I k r divided by r എന്ന് പറയുന്ന ഫംഗ്ഷൻ റെപ്രസെൻറ്റ് സ്പെറിക്കൽ വേവ്സ് കൺവെർജിങ് ടു P. Spherical waves. The function represents spherical waves converging to a point P. During the integral, അതായത് നമ്മൾ ഈ സർഫസിൻ്റെ വേവ് ഫംഗ്ഷൻസ് വീഴുന്ന സർഫസിൻ്റെ ഇൻ്റഗ്രൽ എടുത്തപ്പോൾ നമ്മൾ ആദ്യം ഒരു ടോ എന്ന് പറയുന്ന വോളിയം പറഞ്ഞായിരുന്നു, സർഫസും പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ വീഴുന്ന വേവ്സിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ഡ്യൂറിങ് ദ സർഫസ് ഇൻ്റഗ്രൽ പോയിൻ്റ് പി ഈസ് എക്സ്ക്ലൂഡഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് പി എന്ന് പറയുന്നത് ഈസ് എക്സ്ക്ലൂഡഡ്. ഡ്യൂറിങ് ദ സർഫസ് ഇൻ്റഗ്രൽ ദ പോയിൻ്റ് പി ഈസ് എക്സ്ക്ലൂഡഡ്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ സബ്ട്രാക്റ്റിംഗ് an integral over a sphere of radius rho. റോ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സ്പിയർ എടുത്തിട്ട് അത് സബ്ട്രാക്റ്റ് ചെയ്ത് കളഞ്ഞാണ് നമ്മൾ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് അവോയ്ഡ് ചെയ്യുന്നത്. ദ വേവ് ഫംഗ്ഷൻ v is equal to v0 e raised to I k r by r represent spherical waves converging to a point P. During the surface integral, this point P is excluded by subtracting an area of radius rho. Okay, ഇനി അത് സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Thus we have on subtraction we have ഡബിൾ ഇൻ്റഗ്രൽ സർഫസ് S1 എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ട്, v del u മൈനസ് u del v n cap ds മൈനസ് n cap ds. ഇതാണ് നമ്മുടെ സർഫസ് ഏരിയ ടോട്ടൽ. അതിൽ നിന്ന് വേറൊരു ചെറിയ സർഫസ് S2 എന്ന് പറയുന്നത് സബ്ട്രാക്റ്റ് ചെയ്ത് കളഞ്ഞു. അതിനും ഇതേ ടേംസ് തന്നെ വരും, v del u മൈനസ് u del v n cap ds ഈക്വൽ ടു 0. അപ്പോൾ ഒരു സർഫസിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ സർഫസ് സബ്ട്രാക്റ്റ് ചെയ്ത് കളഞ്ഞു. വേറെ S2 ഈസ് എ സ്പെറിക്കൽ സർഫസ്, S2 ഈസ് എ സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് റോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പരിപാടി, അതായത് ഒരു സർഫസിൽ നിന്ന് റോ എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ സർഫസ് മൈനസ് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ ഡി എസ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഡി ഓം. ഇവിടെ റേഡിയസ് എത്രയാണ്? റോയാണ്. സോ റോ സ്ക്വയർ ഡി ഓം. ഓൾസോ ഡെൽ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ആർ.
സോ ഡെൽ വി എന്ത് വരും? ഡെൽ വി എന്ന് പറയുന്നത് വി സീറോ ഇ റൈസ് ടു ഐ ആർ ആണ്. അപ്പം ഡെൽ വി എന്ന് പറയുമ്പോഴത്തേനും ഡോ ബൈ ഡോ ആർ ഓഫ് വി സീറോ ഇ റൈസ് ടു ഐ കെ ആർ ബൈ ആർ. ഇവിടെ വി സീറോ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു ഐ കെ ആറും ഡിനോമിനേറ്ററിൽ ആറും ഉണ്ട്. അപ്പോൾ കോഷ്യൻ റൂൾ പ്രയോഗിക്കണം. അപ്പോൾ വി സീറോ ഇൻറ്റു ടേംസ് വരുന്നതെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഐ കെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത്രയും വരും. ഇതിൽ നിന്ന് ഇ റൈസ് ടു ഐ കെ ആർ കോമൺ എടുത്തു കഴിഞ്ഞാൽ വി സീറോ ഇ റൈസ് ടു ഐ കെ ആർ ഒരു ആറും കോമൺ എടുക്കണം. ഇവിടെ ആറും കട്ടായി പോകും. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ 1/6 ഉള്ള, അപ്പോൾ ഒരു 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ഐ കെ തന്നെ വരും, മൈനസ് 1/6 വരും. കാരണം ഇവിടുന്ന് 6 മാത്രമേ കോമൺ എടുത്താൽ. അപ്പോൾ 1/6 ബാലൻസ് ആയിട്ട് അവിടെ വരും. ഇതിന് ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 7 എന്ന് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഡെൽ വി ആണ്. ഇനി നമ്മൾക്ക് ഫ്രം ഇക്വേഷൻ 6 ദ ഡബിൾ ഇൻ്റഗ്രൽ S1 V del u മൈനസ് യു ഡെൽ വി എൻ ക്യാപ്പ് ഡി എസ് ഈക്വൽ ടു, ആ മൈനസുള്ള ടൈം ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S2 V del u മൈനസ് യു ഡെൽ വി എൻ ക്യാപ്പ് ഡി എസ്. S2 എന്ന് പറയുന്നത് റോ റേഡിയസ് ആണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടക്കട്ടെ. ഡെൽ യു എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ആർ ആണ്, മൈനസ് യു ഇൻറ്റു ഡെൽ വി എന്ന് പറയുമ്പോഴത്തേനും നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെൽ യുവിൻ്റെ വാല്യൂ. വി സീറോ ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഐ കെ മൈനസ് 1/r. ഇവിടെ എല്ലാത്തിനും ഒരു ഡബിൾ ഇൻ്റഗ്രലുണ്ട്. ഐ കെ ആർ ഡി എസ് എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചായിരുന്നു റോ സ്ക്വയർ ഡി ഒമേഗ, റോ സ്ക്വയർ ഡി ഓം. ഇവിടെ നമ്മൾ വി സീറോയ്ക്ക് പകരം വിക്ക് പകരം വി സീറോ ഇ റൈസ് ടു ഐ കെ ആർ ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S2 ആണ്, റോ എന്ന് പറയുന്ന റേഡിയസ് ആണ്. വി സീറോ ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ ഡോ യു ബൈ ഡോ ആർ മൈനസ് യു വി സീറോ ഇ റൈസ് ടു ഐ കെ ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഐ കെ മൈനസ് 1/r ഐ കെ മൈനസ് 1/r ഇൻറ്റു റോ സ്ക്വയർ ഡി ഒം. ഇവിടെ വി സീറോയും ക്യാൻസലായി പോവും. ബീങ് ദ കോമൺ ടൈം ഇറ്റ് ക്യാൻസൽസ് ഔട്ട്. പോയിട്ട് നമുക്ക് ഇവിടെ ആറെന്ന് പറയുന്നത് S2 എന്ന് പറയുന്ന സർഫസ് റോ റേഡിയസിലാണ്. അപ്പോൾ ഈ ആറെന്ന് പറയുന്നതൊക്കെ റോ ആയിട്ട് മാറും. ഓക്കെ, എല്ലാം റോ ആയിട്ട് മാറും. ഇനി നമുക്ക് ഇവിടുന്ന് കോമൺ എടുക്കാൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ വി സീറോ ഓൾറെഡി പോയി, ഈ ഇ റൈസ് ടു ഐ കെ ആർ കോമൺ ആയിട്ടുണ്ട്, റോയും കോമൺ ആയിട്ടുണ്ട്, റോ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇ റൈസ് ടു ഐ കെ റോ ബൈ റോ കോമൺ ഉണ്ട്, പിന്നെ ഒരു റോ സ്ക്വയർ ഉണ്ട്. ഇത്രയും ടൈംസ് കോമൺ എടുത്തതിന് ശേഷം ഇൻ്റഗ്രൽ എഴുതി കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ ആർ ആണ് ഫസ്റ്റ് ടൈമിലുള്ളത്, മൈനസ് ഐ കെ യു അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് യു ബൈ റോ ഡി ഓം. ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് കൂടി ഒരു റോ കോമൺ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഡിനോമിനേറ്റർ ഒരു റോ ഉണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് കൂടി കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു ഐ കെ റോ സ്ക്വയർ ബൈ റോ സ്ക്വയർ ഒരെണ്ണം കോമൺ എടുത്ത് 1/ρ കോമൺ എടുത്ത്,
ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S2 ഡോ യു ബൈ ഡോ ആർ, ഒരെണ്ണം ഡിനോമിനേറ്ററിൽ നിന്ന് പോയതുകൊണ്ട് ന്യൂമറേറ്ററിൽ ഒരു റോ വരും, മൈനസ് ഐ കെ ഇവിടെ നിന്ന് പോയപ്പോൾ റോ ബാക്കി വരും, പ്ലസ് യു അവിടെ ഒന്നുമില്ല കാരണം ഇവിടെ നിന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു, അതാണ് പുറത്തോട്ട് പോയത്, ഡി ഒ. ഇനി ഈ രണ്ട് ടൈമിലും റോ കോമൺ ഉണ്ട്, അത് കോമൺ ആക്കി എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ റോ ക്യാൻസലായി പോവുകയും ചെയ്യും. അപ്പം e⁻i k റോ ഡബിൾ ഇൻറ്റഗ്രൽ ഡോ യു ബൈ ഡോ ആർ മൈനസ് ഐ കെ യു ഇൻറ്റു റോ പ്ലസ് യു ഡി ഒ. ഇനി ഈ ഇൻറ്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ടൈമിനും ഈ ടൈമിനുമായിട്ട് ഇൻറ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ e⁻i k റോ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ഡോ യു ബൈ ഡോ ആർ മൈനസ് ഐ കെ യു ഇൻറ്റു റോ ഡി ഒ പ്ലസ് e⁻i k റോ ഡബിൾ ഇൻറ്റഗ്രൽ യു ഡി ഒ. ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, സോ ഇഫ് റോ ഈസ് സീറോ, ഇഫ് ദ റേഡിയസ് റോ ഈസ് സീറോ, ഫസ്റ്റ് ഇൻറ്റഗ്രൽ ഇവിടെ റോ ഉണ്ട്, അപ്പോൾ ഈ ഫസ്റ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് സീറോ ആയി പോകും. ഫസ്റ്റ് ഇൻറ്റഗ്രൽ ബിക്കം സീറോ, ഈ ടൈം സീറോ ആയി പോകും, അതായത് ഈക്വൽ ടു e⁻i k റോ ഡബിൾ ഇൻറ്റഗ്രൽ യു ഡി ഒ. ഈ ടൈം മാത്രമായിട്ട് വരും. ഇനി ഡബിൾ ഇൻറ്റഗ്രൽ യു വേവ് ഫംഗ്ഷൻ, യു എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ഇവിടെ റേഡിയസ് റോ ആണ്. ഡബിൾ ഇൻറ്റഗ്രൽ യു ഡി ഒ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യു റോ ഇൻറ്റു 4π ആണ്. അതായത് യു റോ അവിടെ ഉണ്ട്, ഈ ഡബിൾ ഇൻറ്റഗ്രൽ ഡി ഒമേഗയുടെ വാല്യൂ, ഡി ഒമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഈ ടൈം എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രൽ, ഈ സർഫസ് ഇൻറ്റഗ്രൽ എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ വി ഡെൽ യു മൈനസ് യു ഡെൽ വി എൻ ക്യാപ്പ് ഡി എസ് ഈക്വൽ ടു ഈ ടൈം e⁻i k റോ യു റോ 4π. ഓക്കെ, ഇവിടെ റോ സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ റോ സീറോ ആകുമ്പോൾ e⁻i k റോ എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ നമ്മൾ ടൈം ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S2 വി ഡെൽ യു മൈനസ് യു ഡെൽ വി എൻ ക്യാപ് ഡി എസ് ഈക്വൽ ടു e⁻ ടൈം പോയി യൂറോ 4π. ഇനി യൂറോ എടുത്തു കഴിഞ്ഞാൽ 1/4π ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S2 വി ഡെൽ യു മൈനസ് യു ഡെൽ വി എൻ ക്യാപ് ഡി എസ്. ഇനി ഇതിൽ വിയുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിയുടെ വാല്യൂ വി എന്ന് പറയുന്നത് നമ്മൾ v0 e⁻i k r/r ആണ് വേവ് ഫംഗ്ഷനെ പറഞ്ഞത്. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യൂറോ ഈസിക്കൽ ടു 1/4π ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S2 v0 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയാണ്, രണ്ട് ടൈമിലുണ്ട്. v0 കഴിഞ്ഞിട്ട് ബാക്കി ടൈംസ് കൊടുത്താൽ e⁻i k r ഡിവൈഡഡ് ബൈ r ഡെൽ യു മൈനസ് യു ഡെൽ e⁻i k r ഡിവൈഡഡ് ബൈ r ഇൻറ്റു എൻ ക്യാപ്പ് ഡി എസ്. ഇനി ഈ എൻ ക്യാപ്പ് അകത്തോട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ മൈനസ് സൈൻ ടൈംസിനൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ, അതായത് യൂറോ ഈസിക്കൽ ടു -1/4π ടേം എഴുതി കഴിഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ S2 യു ഡെൽ e⁻i k r ഡിവൈഡഡ് ബൈ r എൻ ക്യാപ്പ് മൈനസ് e⁻i k r ഡിവൈഡഡ് ബൈ r del u n cap ds. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സർഫസ് ഇൻറ്റഗ്രലാണ് ഡബിൾ ഇൻറ്റഗ്രൽ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഈ ഇക്വേഷനെയാണ് ഈ കിർച്ചോഫ് ഇൻറ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. ദിസ് ഇക്വേഷൻ
is known as Kirchhoffs integral theorem. That is the value of wave function over a radius rho, a small spherical surface of radius rho. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം. So this equation is known as Kirchhoffs integral theorem. It relates the value of any scalar wave function at a point P. P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഒരു സ്കെയിലാർ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ wave function at a point P inside an arbitrary closed surface to the value of wave function of the surface. Value of wave function of surface. P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഒരു സ്കെയിലാർ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ സർഫസിലുള്ള ഒരു വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനെയാണ് കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ u എന്ന് പറയുന്നത് u ഈസ് the function u is diffraction. The function u is diffraction called the optical disturbance. The function u is called diffraction. The function u is diffraction called optical disturbance. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കിർച്ചോഫ് ഇൻ്റഗ്രൽ തിയറത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു വോളിയം ടോ കൺസിഡർ ചെയ്തു, അതിനെ സറൗണ്ട് ചെയ്തൊരു സർഫസ് എസ് കൺസിഡർ ചെയ്തു, രണ്ട് ഫംഗ്ഷൻസ് സ്കെയിലാർ പോയിൻ്റ് ഫംഗ്ഷൻസ് യുവും വിയും പറഞ്ഞ് അത് ഈ സർഫസിൻ്റെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഈ സർഫസിൻ്റെ ഇൻസൈഡിലും സർഫസിലും കണ്ടിന്യൂസ് ആണ്. ഗ്രീൻസ് തിയറം പ്രകാരം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ വി ഡെൽ യു മൈനസ് യു ഡെൽ വി എൻ ക്യാപ് ഡി എസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ വി ഡെൽ സ്ക്വയർ യു മൈനസ് യു ഡെൽ സ്ക്വയർ വി ഡി ടു. അതായത് ഗ്രീൻസ് തിയറം പറയണം, രണ്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് പറയണം, സർഫസ് പറയണം, രണ്ട് ഫംഗ്ഷൻസിനെ കുറിച്ച് പറയണം. ഗ്രീൻസ് തിയറം വെച്ചിട്ടുള്ള സർഫസ് ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ പറയണം, ഡെൽ സ്ക്വയർ യുവിൻ്റെയും ഡെൽ സ്ക്വയർ വിൻ്റെയും വാല്യൂ പറയണം. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. യു എന്ന് പറയുന്നത് ബ്ലോക്ക് ഫംഗ്ഷൻ്റെ യുവും വിയും എന്ന് പറയുന്ന ബ്ലോക്ക് ഫംഗ്ഷൻ്റെ ടൈമിൽ എടുക്കണം, അതിൻ്റെ രണ്ടിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ കിട്ടുന്ന എക്സ്പ്രഷൻ നമ്മൾ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ എന്ന് പറയും. പിന്നെ നമ്മൾ ഈ ഡെൽ സ്ക്വയറിൻ്റെ വാല്യൂ എടുത്ത് ഗ്രീൻസ് തിയറത്തിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ അത് തിയറം റെഡ്യൂസ് ആയിട്ട്, അതായത് ആ വോളിയം ഇൻ്റഗ്രൽ 0 ആയി പോകും. അപ്പോൾ നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിന്നെ ഒരു വേവ് ഫംഗ്ഷൻ ആദ്യം നമ്മളിപ്പോൾ യുവിൻ്റെ എടുത്തിട്ട് യുവിനെ കൺസിഡർ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. അടുത്തതിൽ സെക്കൻഡ് ഫംഗ്ഷൻ വിക്ക് ഒരു ഫോം കൊടുക്കണം, v0 e⁻⁴ എന്ന ഫോം കൊടുക്കണം. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ വിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് സ്പെറിക്കൽ വേവ്സ് കൺവെർജിങ് ടു എ പോയിന്റ് പി. ഈ നമ്മൾ എഴുതിയ v = v0 e⁻⁴ എന്ന് പറയുന്ന ഫംഗ്ഷൻ റെപ്രസെൻറ്റ് സ്പെറിക്കൽ വേവ്സ് കൺവെർജിങ് ടു എ പോയിന്റ് പി. ഈ സർഫസ് ഇൻ്റഗ്രൽ നമ്മളിവിടെ ചെയ്യുമ്പോഴത്തേനും ഈ പോയിന്റ് പിയിലുള്ള ഒരു സ്മോൾ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയും. ദിസ് ഈസ് ഡൺ ബൈ കൺസിഡറിങ് എ സ്മോൾ സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് റോ എന്ന് പറയുന്ന റേഡിയസ് ഉള്ളൊരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ സർഫസ് മൈനസ് ദ സ്മോൾ സർഫസ്, ഇവിടെ റോയാണ് റേഡിയസ്, അങ്ങനെ മൈനസ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇവിടെ ഡി എസ് എന്ന് പറയുന്നത് r² d ഓം ആണ്. r എന്ന് പറയുന്നത് ഇവിടെ റോയാണ്. ഡെൽ എന്ന് പറയുന്നത് ∂/∂r. ഡെൽ വി എന്ന് പറയുമ്പോൾ v0യുടെ വാല്യൂ ∂/∂r v0 e⁻⁴ എന്നിട്ട് അതിൻ്റെ കോഷ്യൻ റൂൾ പ്രയോഗിച്ച് അതിൻ്റെ വാല്യൂ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. സോ ഇനി ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ 6ൽ ഇതിൻ്റെ വാല്യൂ ഇക്വേഷൻ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. അതായത് v ∂u ഡെൽ വിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഗെയിൻ അതൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കണം.